ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോ വിത്ത് പാറു. BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ചവരും മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും വെബ്സൈറ്റിൽ അപേക്ഷകരുടെ ഹോം പേജിൽ നിന്നും പ്രിൻ്റ് എടുത്ത അലോട്ട്മെൻറ്റ് മെമ്മോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ 13/8/25 മുതൽ 20/8/25 നേരിട്ട് ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന്. അത് കാണാത്തവരെടുത്ത് കണ്ടു നോക്കൂ. പുതിയ കോളേജുകൾ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് കോളേജ് ലിസ്റ്റിൽ ചേർക്കുന്നതായിരിക്കും. പിന്നീട് പാരാമെഡിക്കലിനെ പറ്റിയാണ്. സാധാരണ പറയുന്ന പോലെ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് അംഗീകൃത ലിസ്റ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതും ഓപ്ഷനുകൾ സമർപ്പിക്കാൻ അവസരം നൽകുന്നതാണ്. അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് മാത്രം പ്രവേശനം നേടാൻ താല്പര്യമുള്ള അപേക്ഷകർ നേഴ്സിംഗ് അലോട്ട്മെൻറ്റ് ലഭിച്ച പക്ഷം ഇപ്പോൾ പ്രവേശനം എടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് പാരാമെഡിക്കൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേഴ്സിംഗ് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്ന് എഴുതി നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജുകൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ അവർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നേഴ്സിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം നേടിയാലും അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജുകൾക്ക് ഓപ്ഷൻ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം മാറ്റം അനുവദിക്കുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ നേഴ്സിങ്ങിന് ചേർന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാരാമെഡിക്കൽ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പോൾ സെൽഫ് മെറിറ്റിലാണ് കിട്ടിയത്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം അനുവദിക്കുന്നതാണ് LBS മുഖേന തന്നെ. ഇത് LBSൻ്റെ സൈറ്റിൽ ഇപ്പോൾ വന്നൊരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ജനറൽ നഴ്സിംഗ് ഓഗസ്റ്റ് 20 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരെടുത്ത് കാണുക. ഇനി പറയാൻ പോകുന്നത് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ്. ഇപ്പോഴും കുട്ടികൾക്ക് ഭയങ്കര ഡൗട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ മുതൽ ഇപ്പോഴും എന്നോട് ചോദിക്കുന്നതാണ് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ? ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല ഒരു കാരണവശാലും. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിലൊക്കെ നമുക്ക് ടോക്കൺ ഫീ അടച്ചിട്ട് ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണ്ടായിരുന്നു. പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു മുതൽ നമ്മൾ അഡ്മിഷൻ എടുക്കണം. ടോക്കൺ ഫീസ് അടച്ച് അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നുണ്ടെങ്കിൽ ആ കുട്ടി ടോക്കൺ ഫീസ് അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് കോളേജിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ പോയി അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾ NOC സർട്ടിഫിക്കറ്റ് മേടിക്കണം. അതെന്തിനാണ് മേടിക്കുന്നത്? നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിന് വേണ്ടി കിട്ടുമോ എന്നറിയാൻ വേണ്ടി. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലാണ് നിങ്ങൾ NOC സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത്. അവിടെ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കോളേജിൻ്റെ മാത്രം ഡിസിഷനാണ് നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് തരണോ വേണ്ട എന്നുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് പഠിച്ച സമയത്ത് ഇതാണ്, ആ കുട്ടിക്ക് NOC സർട്ടിഫിക്കറ്റ് കൂടെ മേടിച്ചിട്ട് സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിരുന്നു താല്പര്യം. പക്ഷേ അവരുടെ കോളേജിൽ നിന്ന് അത് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്പോർട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തരില്ല എന്ന് പറയുന്ന ഒരു കോളേജാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾക്ക് അവിടെ ചേരണോ അതോ വീണ്ടും സ്പോർട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. പക്ഷേ നിങ്ങളിപ്പോൾ അവിടെ നിന്ന് NOC സർട്ടിഫിക്കറ്റ് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കോളേജ് പോയി, പിന്നെ നിങ്ങൾക്ക് ആ കോളേജ് കിട്ടില്ല. അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ കിട്ടാൻ ചാൻസ് ഉള്ളത് വേക്കൻസി വരുന്ന സീറ്റിനാണ്. ചിലപ്പം കിട്ടുന്നത് മോശം ഒരു കോളേജിലായിരിക്കും, ചിലപ്പോൾ നല്ല കോളേജിലും കിട്ടും. പിന്നെ അതുമാത്രമല്ല, ഇപ്പം കാറ്റഗറി വൈസാണ് വേക്കൻസി വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും, അതായത് ST കാറ്റഗറിയിൽ ഉള്ളൊരു കുട്ടിക്കാണ് അവിടെ വേക്കൻസി വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ജനറൽ കാറ്റഗറി EWS ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ കിട്ടില്ല. അതും നമ്മൾ ആലോചിക്കണം. അപ്പം എല്ലാം ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് നമുക്ക് ഈ വേക്കൻസി വരുന്ന സീറ്റുകൾ LBSൻ്റെ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് നിങ്ങളുടെ റിസർവേഷനോടൊക്കെ നോക്കിയിട്ട് നമുക്ക് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.